ടീമിൽ നിലവിൽ പരിചയസമ്പന്നരായ താരങ്ങളുടെ സാന്നിധ്യം വളരെ കുറവാണ്. ബോർഡർ ഗവാസ്കർ ട്രോഫി നടന്നുകൊണ്ടിരിക്കെ അശ്വിൻ വിരമിക്കൽ പ്രഖ്യാപിച്ചിരുന്നു. ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പര ആരംഭിക്കുന്നതിന് ഒരു മാസം മുമ്പ് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും വിരമിക്കൽ പ്രഖ്യാപനം നടത്തി. ഇതോടെ ഇന്ത്യൻ ടെസ്റ്റ് ടീമിൽ ഏതാനും ചില പരിചയസമ്പന്നരായ താരങ്ങളുണ്ട് എന്നതൊഴിച്ചാൽ ബാക്കിയെല്ലാം യുവതാരങ്ങളാണ്. അത്തരത്തിലൊരു താരമാണ് ജസ്പ്രീത് ബുംറ. എന്നാൽ 5 മത്സര പരമ്പരയിൽ വെറും 3 ടെസ്റ്റ് മത്സരങ്ങളിൽ മാത്രമായിരിക്കും ബുംറ കളിക്കുക. താരത്തിന്റെ ഫിറ്റ്നസ് തന്നെയാണ് ഇതിന് കാരണം. ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം നേടിയ താരമാണ് ബുംറ. എന്നാൽ അതേ പരമ്പരയിലെ അവസാന മത്സരത്തിൽ പുറംവേദനയെ തുടർന്ന് മൈതാനം വിട്ട താരം ഇതിനുശേഷം ഒരു അന്താരാഷ്ട്ര മത്സരത്തിൽ പോലും പന്തെറിയാൻ എത്തിയിട്ടില്ല. ഇതിനിടയിൽ ബുംറ ആകെ കളിച്ചത് IPLലാണ്. അതും സീസൺ ആരംഭിച്ചു കഴിഞ്ഞ് കുറച്ചു മത്സരങ്ങൾ കഴിഞ്ഞ ശേഷമാണ് മുംബൈക്കായി പന്തെറിയാൻ ബുംറ എത്തിയത്. ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയിൽ 3 മത്സരങ്ങളിൽ മാത്രമായിരിക്കും ബുംറ ഇറങ്ങുക. എന്നാൽ ഈ മത്സരങ്ങൾ ഏതൊക്കെയാണ് എന്നതിൽ വ്യക്തത വന്നിട്ടില്ല. ജസ്പ്രീത് ബുംറ കളിക്കുന്ന 3 ടെസ്റ്റ് മത്സരങ്ങൾ ഏതൊക്കെയാണെന്നത് പറയാൻ സാധിക്കുക ബുംറയ്ക്ക് മാത്രമാണ് എന്നായിരുന്നു ടെസ്റ്റ് ടീം ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ ബുംറ ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ ഇന്ത്യയുടെ പ്ലേയിങ് 11-ൽ ഉണ്ടാകില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് മുൻ ഓസ്ട്രേലിയൻ താരം ബ്രാഡ് ഹോക്ക്. ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ബുംറയെ കളിപ്പിക്കില്ലെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. പക്ഷേ 2ാം ടെസ്റ്റ് മത്സരത്തിൽ ബുംറ ഉണ്ടാകുമെന്നും ഇംഗ്ലണ്ട് നേരിടാൻ തയ്യാറായിരിക്കണം എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ക്രിക്കറ്റ് പ്രേമികൾക്കിടയിൽ ചർച്ചയായിരിക്കുകയാണ്. അതോടൊപ്പം പുതിയ ടെസ്റ്റ് ടീം ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന് പരമ്പര സ്വന്തമാക്കാൻ സാധിക്കുമോ എന്ന ആകാംക്ഷയിൽ കൂടിയാണ് ആരാധകർ ഇപ്പോഴുള്ളത്. ക്യാപ്റ്റനായി തെരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം ആദ്യമായി വാർത്താ സമ്മേളനത്തിന് ശുഭ്മാൻ ഗിൽ പരിശീലകൻ ഗൗതം ഗംഭീറിനൊപ്പമാണ് എത്തിയത്. വാർത്താ സമ്മേളനത്തിൽ പ്രധാനമായും ഉയർന്ന ചോദ്യം ജസ്പ്രീത് ബുംറയുടെ ലഭ്യതയെക്കുറിച്ച് തന്നെയായിരുന്നു. പരിചയസമ്പന്നരായ രോഹിത് ശർമ്മയുടെയും വിരാട് കോഹ്ലിയുടെയും അഭാവം ടീമിനെ നന്നേ ബാധിക്കും എന്ന ആശങ്ക നിലനിൽക്കവെയാണ് ജസ്പ്രീത് ബുംറ എല്ലാ മത്സരങ്ങളിലും ഉണ്ടാകില്ല എന്ന റിപ്പോർട്ടുകൾ എത്തിയത്. ഇതിന്റെ സത്യാവസ്ഥയെക്കുറിച്ചാണ് മാധ്യമങ്ങൾ പ്രധാനമായും ചോദ്യം ചെയ്തത്. അപ്പോഴാണ് ബുംറ ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയിൽ കളിക്കുമെന്നും 3 മത്സരങ്ങളിൽ മാത്രമായിരിക്കും കളിക്കുകയെന്നും ഏതൊക്കെ 3 മത്സരങ്ങളിലാണ് കളിക്കുക എന്നത് അദ്ദേഹത്തിന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ എന്ന മറുപടി വന്നത്. ഫിറ്റ്നസ് ലഭ്യമാകുന്ന രീതിയിലായിരിക്കും ബുംറ മൈതാനത്ത് ഇറങ്ങുക എന്നും പറയുന്നുണ്ട്. ഇന്ത്യൻ ടെസ്റ്റ് ടീമിനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായ പരമ്പരയാണ് ഇന്ത്യ ഇംഗ്ലണ്ട് 5 മത്സര ടെസ്റ്റ് പരമ്പര. ജൂൺ 20-ന് തുടങ്ങുന്ന ടെസ്റ്റ് പരമ്പര വരാനിരിക്കുന്ന ലോക ചാമ്പ്യൻഷിപ്പിലേക്കുള്ള ഇന്ത്യയുടെ ആദ്യത്തെ കടമ്പയാണ്. ഇംഗ്ലണ്ടിന്റെ സ്ഥിതിയും മറിച്ചല്ല. അതുകൊണ്ട് നിർണായക മത്സരത്തിൽ ബുംറയുടെ സാന്നിധ്യം ടീം ആഗ്രഹിക്കുന്നുണ്ട്. ബോർഡർ ഗവാസ്കർ ട്രോഫിയിലാണ് ഇന്ത്യ അവസാനമായി ടെസ്റ്റ് മത്സരം കളിക്കുന്നത്. ഇതിൽ പരാജയപ്പെട്ടതോടെ ഈ വർഷം നടക്കുന്ന ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ നിന്ന് ഇന്ത്യ പുറത്തായി. എന്നാൽ മുൻനിര താരങ്ങളെല്ലാം ഫോം ഔട്ട് ആയപ്പോഴും ജസ്പ്രീത് ബുംറയാണ് മികച്ച പ്രകടനം കാഴ്ചവെച്ചത്. 32 വിക്കറ്റുകളാണ് ബുംറ സ്വന്തമാക്കിയത്. പരമ്പരയിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയ താരവും ബുംറ തന്നെയായിരുന്നു.